നമ്മള് കുറച്ച് ഇമോഷണൽ പാർട്ടിലേക്കൊക്കെ പോയി, ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു. അപ്പം നിങ്ങൾ പറയും, നിങ്ങൾ എത്രത്തോളം തൊപ്പീനെ നിങ്ങൾ ഇപ്പം ഒരു ഇൻസിഡന്റ് പറഞ്ഞു, അതുപോലെ നിങ്ങൾ തൊപ്പീനായിട്ട് എത്രത്തോളം അറ്റാച്ച്ഡ് ആണ്? ഇവര് പറയണ്ട, ഇവര് കുറച്ചായിട്ടില്ലല്ലോ. അല്ല നീ പറ, നീ പണ്ട് മുതൽ എന്നെ കാണുന്നില്ല, നീ പറ, നിന്റെ ഇത് എനിക്ക് കേൾക്കണം. തൊപ്പി നിങ്ങളെ പറ്റിയൊക്കെ ഒരുപാട് പറഞ്ഞു, അതുപോലെ നിങ്ങൾ തൊപ്പിനെ പറ്റി ഇവൻ പറഞ്ഞു, ഇവൻ കൊറേ പറഞ്ഞു. കരങ്ങ് സംസാരിക്കാൻ അറിയാം, ബാക്കി എല്ലാരും ബുദ്ധിമുട്ടാണ്. പറയാനാണെങ്കില് നീ നേരത്തെ എന്താ പറഞ്ഞേ? എന്റെ കൂട്ടത്തില് സാലറി വാങ്ങാണ്ട് നിൽക്കുന്ന ഒരേ ഒരാളല്ല, പലരും സാലറി വാങ്ങുന്നില്ല. പക്ഷെ ഇതുവരെ എന്റെ അടുത്തൊന്നും ഒന്നും അങ്ങനല്ല, അത് മുനുവായാലും ആരും പ്രതീക്ഷിക്കുന്നൊന്നുമില്ല. അതായത് പണ്ട് ഞാന് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഇവൻ, ഞാൻ പറഞ്ഞല്ലോ, ഇവൻ പല ജോലികളും ചെയ്ത് ഇങ്ങനെ പെയിന്റിന്റെ പണിക്കൊക്കെ പോയിട്ട് അങ്ങനെ വരുത്താം. അപ്പൊ ഇവന് കഷ്ടപ്പെട്ട് കുറച്ച് പൈസ ആക്കിട്ട് ഇവ ഒരു വണ്ടി എടുത്തു, ZMR. വണ്ടി പൊളിഞ്ഞ വണ്ടിയാ, മൊത്തം കംപ്ലൈന്റ് ആ വണ്ടിക്ക്. ആ വണ്ടി ഇവന് എടുക്കണമെങ്കിൽ തന്നെ 1 മണിക്കൂർ ഇവ ആ വണ്ടീന്റെ മുകളിൽ പണിയെടുക്കണം. രാവിലെ ഇവന്റെ വീട്ടിൽ പോയാൽ നമ്മൾ കാണുന്ന വെച്ചാൽ ഇവൻ സ്പാനർ ഇതെല്ലാം വെച്ച്, അതായത് ഇവൻ ജോലിക്ക് പോകുന്നതിന്റെ 1 മണിക്കൂർ മുമ്പ് ഇവൻ ഈ വണ്ടി മൊത്തം ശരിയാക്കാൻ വേണ്ടി നിൽക്കണം എല്ലാ ദിവസവും. ഡെയിലി ഒരു കുപ്പി ഉണ്ടാവും, പെട്രോൾ ലീക്ക് ഉണ്ടാവും, എപ്പൊ ഒരു കുപ്പി വെച്ചിട്ടാ പോകും. പെട്രോൾ ലീക്ക് ഉണ്ടാവും. അപ്പൊ നോമ്പിന്റെ സമയത്തായിരുന്നു, നോമ്പിന്റെ സമയത്ത് ഈത്തിക്കാഫ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അതായത് രാത്രി 12 മണിക്ക് ശേഷം പള്ളിയിൽ പോയിട്ട് നമ്മൾ നിൽക്കുന്ന ഒരു പരിപാടിയാണ്. പിന്നെ ദിക്കറും സലാത്തൊക്കെ ആയിട്ട് അവിടെ നിൽക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ ഇവനെന്ത് ചെയ്തു, ഒരു ദിവസം എന്നെ കൂട്ടാൻ വേണ്ടി വന്നു രാത്രി. അപ്പൊ എന്റെ ഉപ്പയെല്ലാം ആയിട്ട് ആ ടൈം കലിപ്പില്ല, ഇവന്റെ കൂടെ ഞാൻ നടക്കുന്നുണ്ട്. കാരണം ഇവന്റെ ഇവൻ പറഞ്ഞല്ലോ ആ ബാക്ക്ഗ്രൗണ്ട്. ഇവന്റെ ഉപ്പ ഉണ്ട്, പിന്നെ ഒരു കാർണോറുണ്ട്, പിന്നെ ഒരു മുത്താപ്പ, ഇങ്ങനെ കുറെ ആളുണ്ട്. ഇവരെ എല്ലാരെയും എനിക്ക് അടികൊണ്ടിട്ടുണ്ട്. ഇവനെ നോക്കുന്ന ഇവന്റെ ഗാർഡിയൻസ് എല്ലാരെയും എനിക്ക് തല്ലുകൊള്ളുന്നുണ്ട്. അപ്പൊ ഒരു മെയിൻ തല്ലുകൊള്ളുന്ന കഥയെന്ന് പറയാൻ പോകുന്നത്. അങ്ങനെ എന്ത് ചെയ്തു, ഒരു 5 മണിയൊക്കെ ആയി നമ്മൾ എവിടെയൊക്കെ കറങ്ങി, ഈ പേരും പറഞ്ഞ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ ഇവന്റെ കൂടെ ബൈക്കിലൊക്കെ നമ്മൾ കുറച്ച് സമയം കറങ്ങി. ഒരു 5 മണിയൊക്കെ ആകുമ്പോ വീട്ടിന്റെ അടുത്ത് എത്താനാകുമ്പോ ഇവ മതിലാടിയിട്ട് മതിലാടിയിട്ട് എല്ലാ രാത്രിയും മതിലാടിയിട്ട് ഇറങ്ങാം, തിരിച്ച് മതിലാടിയിട്ട് തന്നെ തിരിച്ച് കയറണം. അപ്പൊ ലാസ്റ്റ് ഞാൻ ഇവരെ കൊണ്ടാക്കി തിരിച്ച് മതില് ചാടി കയറാൻ പോകുമ്പോ എന്റെ ഉപ്പയും കാർണോറും അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഇവൻ കഷ്ടപ്പെട്ട് ഇതാക്കുന്ന വണ്ടിയാണ്, അത്രയും ഇതായിട്ട് അന്നെന്താ വെച്ചാ എന്നോട് ഇറങ്ങി ഒരടി വിട്ടോ. ഇവരെപ്പോഴും അങ്ങനെ, ഇവരെപ്പം പിടിച്ചാലും ഇവര് ഒരടിയേ ഉള്ളൂ. ഇവരൊറ്റ അടിയാ അപ്പൊ ഉള്ളി കയറിപ്പോ എന്താ പറയാ, ബാക്കി മൊത്തം കൊള്ളട്ടെ. പിന്നെ ഇവര് ഞാൻ ബാക്കിൽ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ കാണുന്ന എന്താ വെച്ചാൽ എന്റെ ബൈക്കിൽ ഒരു ചവിട്ട്, ബൈക്ക് അങ്ങനെ മറിഞ്ഞു. ബൈക്ക് അങ്ങനെ അതായത് കൊട്ടം പൊട്ടുന്ന വണ്ടിയാ, അത് മറിഞ്ഞു വീണതോടുകൂടി അതിന്റെ മൊത്തം പാഴ്ചലിങ്ങനെ ഇവനും വീണു. ഇവന്റെ ഇങ്ങനെ കാലിൽ ഇങ്ങനെ നോക്കുമ്പോ എന്റെ ഉപ്പാന്റെ പിന്നെ ഇവന്റെ കാരണ ചവിട്ട് സത്യമായിട്ട്. ഞാൻ എന്നിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ വീട്ടിലെത്തി. ഇവരാണോ ഇതാക്കാൻ വരുന്നത്? കടി വന്നിട്ട് ഞാൻ ചെറുതാ, എന്നെ അയച്ചു വീട്ടിലേക്ക് അയച്ചു. ഞാനും ചെറുതന്നെ വീട്ടിലേക്ക് അയച്ചു. അപ്പൊ വീട്ടിലേക്ക് അയച്ച് ഞാൻ വിചാരിച്ചു ഇനി ഇവൻ എന്നെ വിളിക്കൊന്നില്ല, കാരണം ഇവന് ഇത്രയും അടിയെല്ലാം കൊണ്ടല്ലോ, എന്റെ ഉപ്പാന്റെ നിന്ന് അടിയുണ്ട്, ഇവനെന്തിനിങ്ങനെ അടി വാങ്ങുന്നു അത്രയും ഞാൻ കാരണം ഇവന് അത്രയും നഷ്ടങ്ങൾ ഉണ്ടായല്ലോ. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയെന്ന് വെച്ചാ പിറ്റേ ദിവസം വൈകുന്നേരം ഇവൻ എന്നെ വിളിക്കുന്നു, പറഞ്ഞു വാ പുറത്തു പോണ്ടേ. അതായത് ഇങ്ങനെ ഒരു സംഭവം നടക്കാത്ത പോലെ. ഞാൻ പറഞ്ഞില്ല, ആകെ ഉണ്ടായ കിട്ടിയ ആളാന്നിത്. പിന്നെ ഇവന് ശേഷാന്ന് മുനുവിന്റെ കസിന് എല്ലാരും നമ്മള് ഗ്യാങ് ആയത് ഇവന് ശേഷാ. ഇവൻ വയ്യാതെ ബാക്കി എല്ലാരും പരിചയപ്പെടുന്നത്. അങ്ങനെ എത്ര അടിക്കാതെ നമ്മള് ശരിക്കും മറ്റേ ഈ പ്രേമിക്കുന്ന ആൾക്കാര് ഈ മതിലെ അടിയിട്ട് ഒളിച്ചോളൂ, അതെല്ലാം പോലെ രാത്രി അതാരോ അങ്ങനെ ഭയങ്കര ഇതായിരുന്നു. ഇപ്പൊ അവര് ഓക്കെ ആയോ? ഇപ്പം വീട്ടില് അതിനുശേഷം പിന്നെ ഇപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് ഭയങ്കര മിസ്സിംഗ് ആണ് ഇപ്പൊ. ഒരാള് പോയി, ഭയങ്കര നഷ്ടം. ഓ നമ്മളെ ലീഡറായിരുന്നു ഫസ്റ്റില് പറഞ്ഞാൽ നമ്മളെ ഗ്യാങ് ലീഡറായിരുന്നു. ഓനെ നമ്മളെല്ലാരും മടിയന്മാറാ. ആ ടൈമിൽ നമ്മളൊന്നും നമുക്ക് ലക്ഷ്യങ്ങളില്ല, ഒന്നും ചെയ്യണം അങ്ങനത്തെ ഒന്നുമില്ല. ഓനെ നമ്മൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്ത് ഓരോ പരിപാടിക്ക് ഇറക്കും. ഇങ്ങനെ ഓന്റെ ഏറ്റവും വലിയ ഡ്രീം എന്ന് പറഞ്ഞാൽ ഓൻ ഫസ്റ്റ് നമ്മളെ കൂട്ടത്തിൽ ഒരു ഡ്രീം കൊണ്ടിരുന്നവനാ. ഓനക്കൊരു വേൾഡ് ഫേമസ്
ബൈക്ക് റേസർ ആണെന്ന് അങ്ങനത്തെ ഒരു ചിന്ത. വേൾഡ് ഫേമസ് എന്നല്ല, ഒരു അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു ബൈക്ക് റേസർ ആണ്. ഈ മഡ് റേസ് ഉണ്ടല്ലോ, മഡ് റേസ് അറിയാമോ? അതായത് ഓഫ് റോഡ് ബൈക്ക് എടുത്ത് ചളിയില് റേസ് ചെയ്യുന്ന. നമ്മള് 4 പേര് മഡ് റേസേഴ്സാ. നമുക്കെല്ലാം മാസ്റ്റർ ഉണ്ട്, അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഇവരുടെ കൈയുണ്ട്, ഇത് കണ്ടോ, ഇത് സ്റ്റീലാ, സ്റ്റിച്ച് ഇട്ടിട്ടുണ്ടോ, ഇതെല്ലാം സ്റ്റീലാ. വണ്ടിയുടെ വീണ് പൊട്ടിയതാ. അങ്ങനെ നമ്മളെല്ലാം മടിയന്മാരായിട്ട് നിൽക്കുന്ന സമയത്ത് ഈ ഫസ്റ്റിലാന്ന് വന്നിട്ട് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഓരോ പരിപാടി കറക്കുക, മനസ്സിലാവും. പിന്നെന്ന് വെച്ചാൽ ആ സമയത്ത് ഇങ്ങനെ ഇവരെപ്പം പറയാം എങ്ങനെങ്കിലും രക്ഷപ്പെടണം, എങ്ങനെങ്കിലും ഒരു കുറച്ച് ഫേമസ് ആയിട്ടൊരു റേസർ ആവണം, അങ്ങനത്തെ ഒരു സംഭവം പറയും. പക്ഷെ നമുക്ക് ആ സമയത്ത് ഈ ടൈം ആണെങ്കിൽ മോന് പറ്റുന്ന ഏറ്റവും മുകളിലേക്ക് ഞാൻ കയറ്റി വിട്ടിട്ടുണ്ടാവും. ആ സമയത്ത് എനക്കൊന്നും അറിയാം, ഞാൻ ആരും അല്ല, നമ്മളാരും അല്ല. ഇവന് മാത്രം ഇങ്ങനെ കുറെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ട്. നമ്മളിങ്ങനെ ഒന്നിനും കൊള്ളാത്തവരായിട്ട് നടക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് നമ്മള് 3 പേരും. ഷോന്റെ അതിന് ശേഷമാണ് ഇവനും ഒരു ചേഞ്ച് വന്നത്. അതിന്റെ അവൻ പോയതിനു ശേഷമാണ് ഞാൻ ഇറങ്ങാന്ന് വിചാരിച്ചത്. സത്യം പറഞ്ഞാൽ ഞാൻ സ്ട്രീമിംഗ് തുടങ്ങാൻ ഈ സോഷ്യൽ മീഡിയയിൽ ഇറങ്ങാൻ തന്നെ കാരണം ഫസ്റ്റിലായിരിക്കും. അവനക്ക് വേണ്ടിട്ട് തന്നെ നമ്മള് തുടങ്ങിയതും അല്ല. പക്ഷെ നീയിൽ നിന്നൊന്നും തുടങ്ങാണ്ടെന്ന് അതാ ഞാൻ ആലോചിക്കുന്നത്. ഇവനിപ്പോഴും പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളും കാര്യങ്ങളൊന്നുമില്ല. എത്ര വയസ്സായി? എനിക്ക് 23. ടൈം ഉണ്ടല്ലോ. അതെ ടൈം ഉണ്ട്. മുന്നിന് കുറച്ച് ലക്ഷ്യങ്ങളുണ്ട്. മോഡലാവണം, മോഡലിംഗില് നല്ല നിലയിലാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചവരാണ്. നമ്മൾ എത്തിപ്പെടണം, നമുക്ക് അത് വല്ലാത്തൊരു സംഭവം. അല്ല കാര്യം ഫസ്റ്റിൽ ഇപ്പൊ ഉണ്ടായിരുന്നെങ്കിൽ ഇടം വീഴായിട്ട് ഇടം നടുക്കി ഇരിക്കേണ്ട പോലെ അവനെ ഫുൾ ആക്റ്റീവ് മെമ്പറാ മെയിൻ ആയിരുന്നു. എന്തിനാ അവന് ആർക്കും ഇതുവരെ നമ്മളെല്ലാവരും അത് എപ്പോ ചിന്തിക്കും. ഇതെന്ന് പറഞ്ഞാൽ ഈ സംഭവം കഴിഞ്ഞിട്ട് 5 വർഷത്തിൽ കൂടുതലായി ഈ സംഭവം കഴിഞ്ഞിട്ട്. പക്ഷെ നമ്മൾ ഓരോ ടൈം ഇപ്പൊ ഇങ്ങനെ കുറച്ച് ഗ്യാപ്പിട്ട് നമ്മൾ ഈ ഡിസ്കഷൻ ഇങ്ങനെ ഇരിക്കും. എപ്പോ ഡിസ്കഷൻ ഇരുന്നാലും ആർക്കും ഉത്തരം കിട്ടൂല. ഒരു ഭയങ്കര കൺഫ്യൂസ്ഡ് ആക്കുന്ന ഒരു പരിപാടിയാണ് ഇതിനെ കുറിച്ച് ആലോചിക്കുന്നത്. കാരണം ഇവരെന്തിനത് ചെയ്തു എന്നുള്ളത് ഇവരെവിടെയെങ്കിലും എഴുതി വെച്ചിട്ട് പോയില്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, നമുക്ക് അത് ആലോചിച്ച് ആശ്വസിക്കായിരുന്നു. ഇത് ഇതിന് ഉത്തരവില്ല. നമ്മൾ ഇത് ആലോചിച്ച കൺഫ്യൂസ്ഡ് ആയിട്ട് പിന്നെ അങ്ങനെ ഇരിക്കേണ്ടി വരും, ഫുൾ ടൈം ഇരിക്കേണ്ടി വരും. ഉച്ചക്ക് ഫുഡ് കഴിക്കുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനെ കൺഫ്യൂസ്ഡ് അടിച്ച് പണ്ടാടൊക്കെ ഡിപ്രഷനിൽ കുറെ കാലം ഇങ്ങനെ വീട്ടിനുള്ളിൽ തന്നെ ഇരുന്നതാ. ഞാൻ പണ്ടാ സ്റ്റോറി ബോഡി പോലും കണ്ടിട്ടില്ല. ഞാൻ ബോഡി കാണാൻ പറ്റില്ല. എനിക്ക് അത് കണ്ടു കഴിഞ്ഞാൽ ഇപ്പോഴും എനിക്ക് ഉറങ്ങുമ്പോ നൈറ്റ് മെയർ അടിക്കും. അതുകൊണ്ട് ഞാൻ ബോഡി മാത്രമാണ്, ഞാൻ അവിടെ പോയി ബോഡി കാണുന്ന ഇതിൽ മാത്രമേ ഞാൻ മുഖം തിരിക്കുന്നത്. കാരണം എനിക്ക് അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒരിക്കലും ജീവിതത്തിൽ ഉറങ്ങാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ ബോഡി ഞാൻ കണ്ടില്ല. അതിന് മുമ്പ് ലൈക് സൂയിസൈഡ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങളെ ഇല്ല, അങ്ങനെ അതിന്റെ തലേ ദിവസമൊക്കെ എന്നെ വിളിച്ചിട്ട് ഒരു പ്രശ്നമുള്ള അങ്ങനത്തെ ഒരു ടൈപ്പ് അല്ല അത്. നോർമൽ ഇപ്പൊ ഇവൻ എന്റെ കൂടെ ഇരിക്കുന്നു, എന്റെ കൂടെ ചില്ല് ഉച്ചക്ക് ഫുഡ് കഴിക്കുന്നു, കയറി കിടക്കുന്നു. പെട്ടെന്ന് ഇവൻ വിളിച്ചു, നമ്മള് വീട്ടിലേക്ക് പോയി. ഓർക്കുന്നില്ല, നീ വാന്ന് പറഞ്ഞു. നമ്മള് ഡോറ് തുറന്നു. എനിക്ക് ആകെ എനിക്കുള്ളൊരു പ്രശ്നം എന്ന് എനിക്ക് തോന്നിയത് ഓനോട് എത്താൻ പറ്റാത്തതിന്റെ ഒരു സംഭവമാണ്. അതായത് ഓൻ ആഗ്രഹിച്ച സ്ഥലത്തേക്ക് ഓൻ എത്താൻ പറ്റുന്നില്ല എന്നുള്ളൊരു അതൊരു വലിയ വിഷമമായിട്ടൊന്നും ഓൻ എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. അതിന്റെ ഒരു ഇതിൽ പറഞ്ഞാൽ ഇവിടെ ആർക്ക് എന്താ ആഗ്രഹം ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഈ ഗ്യാങ് ആയിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുവന്നത്. കാരണം വെച്ചാൽ ഓരോരാളും ആഗ്രഹിക്കുന്ന സ്ഥലത്ത് അവരെ എത്തിക്കും, അതെനിക്ക് ഉറപ്പാണ്. ഇപ്പൊ ഇവൻ ആഗ്രഹിക്കുന്ന ഞാൻ ഇവനോട് ആഗ്രഹിക്കുന്നത് ഇവനൊരു സ്ട്രീമർ ആക്കണമെന്നാണ്. പക്ഷെ ഇവൻ ആഗ്രഹിക്കുന്നത് ഇവനൊരു വ്ളോഗർ ആണെന്നാണ്. അതായത് സൂപ്പർ ആവാലും ചെയ്യുന്ന പോലത്തെ ഒരു സംഭവം ആണെന്നാണ് ഇവന്റെ ആഗ്രഹം. ഇവന്റെ ആഗ്രഹം അതാണെങ്കിൽ ഇവനെ ഞാൻ എത്തിക്കും, അത്രേ ഉള്ളൂ. ഇപ്പൊ കൂട്ടത്തിൽ ആരായാലും അവർക്ക് ഇന്ന സ്ഥലത്ത് എത്തിപ്പെടണമെന്നുണ്ടെങ്കിൽ ഞാൻ അവരെത്തിക്കും. അതിനുള്ളൊരു മിഷനിലേക്ക് നമ്മൾ ഈ ഗ്യാങ് എനർജി എന്നുള്ളതിനെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് തന്നെ അതാണ്.